ഡാറ്റാ ബോംബ് പൊട്ടി, പിണറായിയെ കുരുക്കി ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് വിവരങ്ങൾ ചോർത്തിയോ? കേരളത്തെ ഞെട്ടിച്ച് വീണ്ടും ഒരു ഡാറ്റാ ബോംബ് പൊട്ടിയിരിക്കുന്നു. കോവിഡ് കാലത്തെ സ്പ്രിംഗ്ലർ ഓർമ്മകൾ മായും മുൻപേ പിണറായി സർക്കാരിനെ പ്രതിരോധത്തിലാക്കി അതീവ ഗുരുതരമായ വെളിപ്പെടുത്തൽ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ ചോർത്തിയെന്ന് രമേശ് ചെന്നിത്തല. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പുറത്തുവിട്ട ഒരു രഹസ്യ കത്ത് കേരള രാഷ്ട്രീയത്തിൽ കൊടുങ്കാറ്റഴിച്ചുവിട്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ സർവ്വ വിവരങ്ങളും PRDക്ക് കൈമാറാൻ നിർദ്ദേശിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ശ്രീറാം സാംബശിവറാവു അയച്ചതാണ് ഈ കത്ത്. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള അറിവില്ലാതെ ഇത്തരം ഒരു നീക്കം നടക്കില്ലെന്ന് ചെന്നിത്തല ആഞ്ഞടിച്ചു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ഈ വൻ ഡാറ്റ ബ്രീച്ചിൽ മുഖ്യമന്ത്രിക്ക് മറുപടി ഉണ്ടോ? 2025 ഡിസംബർ 31 അയച്ച ഈ കത്ത് പറയുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. K-സ്മാർട്ട് ആപ്ലിക്കേഷനിൽ നിന്നുള്ള ജീവനക്കാരുടെ പേര്, പ്രായം, ഫോൺ നമ്പർ, വാർഡ്, തദ്ദേശ സ്ഥാപനം തുടങ്ങി സ്വകാര്യ വിവരങ്ങൾ എക്സൽ ഫോർമാറ്റിൽ ഫെബ്രുവരി 12-നകം PRD സ്പെഷ്യൽ സെക്രട്ടറിക്ക് കൈമാറാനാണ് നിർദ്ദേശം. ഇതിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമല്ലാതെ മറ്റെന്താണ്? ജീവനക്കാരുടെ വിവരങ്ങൾ എങ്ങനെ ലഭിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചോദിച്ചിട്ടും സത്യം മൂടി വെക്കാൻ ശ്രമിക്കുകയായിരുന്നു സർക്കാർ. എന്നാൽ ഈ കത്ത് പുറത്തു വന്നതോടെ പിണറായി സർക്കാർ പൂർണ്ണമായും പ്രതിരോധത്തിലായി. സ്പ്രിംഗ്ലർ അഴിമതിയിൽ അന്ന് ശിവശങ്കർ ആയിരുന്നു വില്ലനെങ്കിൽ ഇന്ന് മറ്റൊരു ശിവശങ്കർ അവതാരമായി. ചീഫ് സെക്രട്ടറി ഡാറ്റ ചോർച്ചയെ ന്യായീകരിക്കാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. അന്ന് ശിവശങ്കറിന് സംഭവിച്ചതോർത്ത് ചെന്നിത്തല മുന്നറിയിപ്പ് നൽകി. ജീവനക്കാരുടെ സ്വകാര്യത ലംഘിച്ച മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ കോടതി സ്വമേധയാ കേസെടുക്കണമെന്നും ഇവർ തൽസ്ഥാനത്ത് തുടരാൻ അർഹരല്ലെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. പിണറായി സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്ന ഈ പുതിയ ഡാറ്റാ ബോംബ് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഗോതയിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി മറുപടി പറയുമോ അതോ പതിവ് പോലെ മൗനം പാലിക്കുമോ? കാത്തിരുന്ന് കാണാം.